ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വയ്യായിരുന്നു കേട്ടോ. ചുമയും അതുപോലെ തന്നെ കോൾഡൊക്കെയാണ്. സീസൺ മാറേണ്ടതാണ്. ഇപ്പോൾ നമുക്കിവിടെ സമ്മർ തുടങ്ങിയിട്ടുണ്ട്. സമ്മറിൻ്റെ ആ ഒരു എക്സ്ട്രീം ക്ലൈമറ്റിലേക്ക് എത്തിയിട്ടില്ല, എന്നാലും ചൂടുണ്ട്. അപ്പോൾ എല്ലാ സമ്മറിലും ഞങ്ങൾ ചെയ്യുന്ന ഒരു പണിയെന്ന് എന്താ വെച്ചാൽ കിളികൾക്ക് വെള്ളം വെച്ച് കൊടുക്കും കേട്ടോ പുറത്ത്. പിന്നെ ഇടയ്ക്ക് കിളികളെ കാണുമ്പോൾ എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുക്കും, അരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കിളികളൊക്കെ വന്ന് തിന്നണ കാണാനായിട്ട്. നമുക്ക് നാട്ടിലാകുമ്പോൾ എപ്പോഴും കിളികളിലൊക്കെ കാണാം. ഇവിടെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്, അല്ലെങ്കിൽ പിന്നെ വല്ല സൂവിലും പോകണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാൽക്കണിയിൽ ഇരിക്കുന്ന എല്ലാ ചെടികളും അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും പറയാനില്ല, എന്നുള്ള ചെടി വാട്ടം വരാതിരിക്കാൻ അകത്തേക്ക് വെച്ചു കേട്ടോ. നമുക്ക് അടുത്ത വിൻ്ററിൽ പുറത്തെടുത്ത് വയ്ക്കാം. ഇടയ്ക്ക് വെയിൽ കാണിക്കും, എന്നാലും കൂടുതലും സമയം അകത്ത് തന്നെയാണ് കേട്ടോ വയ്ക്കുക. നമ്മളിപ്പോൾ ഈ കാണുന്ന മാതാവാണ്, ലേഡി ഓഫ് അറേബ്യ എന്ന് പറയും. അറേബ്യയുടെ നാഥയാണ് കേട്ടോ. നമുക്ക് മാതാവിനെ പല പേരുകളിൽ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ മാതാവിനെ വിളിക്കുന്നതാണ് ലേഡി ഓഫ് അറേബ്യ എന്ന് പറഞ്ഞിട്ട്. കാണാൻ നല്ല ഭംഗിയാണ്, നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ അടുത്ത് നിന്ന് കണ്ടിരിക്കാൻ തോന്നും. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കത്തീഡ്രൽ ചർച്ച്, ബഹ്റൈനിലെ അവാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നല്ല വിശാലമായ നല്ല ഓപ്പൺ സ്പേസിലാണ് ഇവിടെ ഈ പള്ളി ഇരിക്കുന്നത്. പള്ളിയുടെ അകവും പുറവും അതേപോലെ തന്നെ വെറൈറ്റിയിലാണ് പണിഞ്ഞിരിക്കുന്നത്. ഗൾഫ് കൺട്രീസിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു കത്തീഡ്രൽ ചർച്ചാണ് കേട്ടോ നമ്മുടെ ഈ അവാലിയിലുള്ള ബഹ്റൈനിലുള്ള അവാലി കാത്തലിക് ചർച്ച്. ഇത് പുറമെ കാണാൻ വെറൈറ്റി ആയിട്ട് കൗതുകമുള്ള പോലെ തന്നെ ഉള്ളിലും അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ പണിഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഓരോ പാഷൻ ഓഫ് ജീസസ് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അത് കാണാനായിട്ട് ഓരോന്നിനും എക്സ്പ്ലനേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാം സൺഡേ ആണ്. നമ്മുടെ അറബിക് കമ്മ്യൂണിറ്റിക്കാർ പാം സൺഡേ ഓശാന സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ കാണുന്ന വെറൈറ്റിയിൽ തന്നെ നമ്മുടെ ജീസസ്, അതായത് യേശു പണ്ട് കഴുതേമ വന്നിട്ട് വരുമ്പോൾ നമ്മളെങ്ങനെ സ്വീകരിച്ചു, പാം ലീവ്സൊക്കെ വെച്ചിട്ട്, അതേപോലെ തന്നെയാണ് കേട്ടോ. നല്ല ഡിഫറെൻ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ അച്ഛൻ ഇങ്ങനെ കഴുതേമ ഇരുന്നിട്ട് കുർത്തോലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോണത്, പ്രൊസഷനുള്ളത് കാണുന്നത്. നല്ല വെറൈറ്റി ആയിരുന്നു. ഇത് അറബിക് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. അവർ ആ വാലിയിൽ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തേക്കണത് പാം സൺഡേ. അപ്പോൾ ഇതൊക്കെയാണ് പാം സൺഡേയുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ എടുത്തത് അവിടെ പോയവരാരോ അയച്ചെന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ മലയാളത്തിനാണ് പോയത്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഉണ്ടായിരുന്നു ഓശാന. അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷിന് ഞായറാഴ്ച പോയി, പിന്നെ വെള്ളിയാഴ്ച മലയാളത്തിന് പോയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ കോഴിക്കട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന കുർത്തോല. നമ്മുടെ നാട്ടിലെ കുർത്തോല പോലെ തന്നെ നമുക്ക് മലയാളം കമ്മ്യൂണിറ്റിക്ക് കിട്ടിയായിരുന്നു, മലയാളം മാസിന്. പിന്നെ ഇംഗ്ലീഷ് മാസിന് പോയപ്പോൾ ഇതേപോലത്തെ പാംസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ 2 പ്രാവശ്യം 5 പേരും പോയതിൻ്റെയാണ് കേട്ടോ ഇത്രയും കുർത്തോല. നമുക്കൊരു വർഷം തന്നെ ഒരുപാട് കുർത്തോല കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈസ്റ്ററും ഗുഡ് ഫ്രൈഡേ ഒക്കെ ആയിട്ട് കാണാവേ.